എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. And I give evening greetings to everyone here. വീണ്ടും നമ്മുടെ വചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And I praise God for giving us one more opportunity to gather together to study God's word. നാം കേട്ടതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And as we heard, it is a very important topic that we are studying these days. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ഒരുപക്ഷെ മറുവശത്ത് ഇത് വളരെ ലാഘവത്തോടെ എടുക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. And just as this topic is important, in the other side we might even take it very lightly. കാരണം ഈ വിഷയം പഠിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാൾ നമ്മെ ആ വിഷയം ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന കാര്യത്തിൽ നിന്ന് പിറകിലേക്ക് വലിക്കാൻ സാധ്യതയുണ്ട്. And because a person who does not like us studying this topic is trying to draw us away from thinking about this topic. ഈ വിഷയം ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും പഠിക്കാനായിട്ട് ആളുകൾ താല്പര്യപ്പെടാത്തൊരു വിഷയം കൂടാണ്. And as I reminded earlier, this is a topic that many people do not really desire to study about. അതിന്റെയും പ്രധാന കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. And the main reason is what I mentioned earlier. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇവിടെയുള്ള ദൈവസഭ ഈ നിലയിൽ ഈ വിഷയം പഠിക്കുമ്പോൾ അത് ഏറെ ആത്മീക വർധനയ്ക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And I desire that this topic might be a study and of spiritual edification for each one of us as we go through this study. നാം നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ അറിയുക എന്ന തലക്കെട്ടിലാണല്ലോ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. And as we have been studying, the title is Know Your Enemy. അതിൽ നാം നമ്മുടെ പ്രധാന ശത്രുവായിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ആണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. And we are studying about the tactics of our main enemy, that is the devil. അവന്റെ തന്ത്രങ്ങളെ അറിയാനായിട്ട് നാം വളരെയധികം പരിശ്രമം നടത്തേണ്ടതുണ്ട്. And we need to work really hard to understand what his tactics are. അങ്ങനെ നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. And only when we can understand it can we be able to stand against it. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് നമ്മുടെ ശത്രുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാചിന്റെ അവന്റെ തന്ത്രങ്ങളെ അവന്റെ പദ്ധതികളെ കുറിച്ച് നാം വളരെ സൂക്ഷ്മമായ അറിവുള്ളവരായിരിക്കണം എന്നതാണ്. And we studied last week that we should be carefully understanding the schemes of the devil. പോയിന്റ് അല്ലെങ്കിൽ ആ വിഷയം രണ്ടായിട്ട് തിരിച്ചാണ് നാം പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. And I mentioned that we be studying that point in two parts. ഒന്ന് ദൈവ സഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയായിരിക്കുന്ന സഭയ്ക്കെതിരെ പിശാച് എങ്ങനെ പ്രവർത്തിക്കുന്നു, and how the devil is scheming against the plan of God, which is the church of God. അതുപോലെ ദൈവ സഭയുടെ ഭാഗമായിരിക്കുന്ന വിശ്വാസികൾ ദൈവത്തിന്റെ മക്കൾക്കെതിരായി പിശാച് എങ്ങനെ പ്രവർത്തിക്കുന്നു, and how the devil is scheming and planning against the children of God, which is also who are also a part of the church of God. ഇത് രണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് പറയാൻ കഴിയും. And we can think of this as two sides of the same coin. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയായിരിക്കുന്ന സഭയ്ക്കെതിരെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുവിൽ ആ ദൈവത്തിന്റെ സംവിധാനത്തെ അട്ടിമറിക്കാനായിട്ടുള്ള പിശാചിന്റെ ശ്രമമാണ്. And the devil is trying really hard to confront and to overthrow the plan that the Lord has concerning the church of God. എങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതിയായ സഭയ്ക്കെതിരെ പിശാച് പ്രവർത്തിക്കുന്നത് എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. And we were thinking about how the devil is working to confront and overthrow the plan of God concerning his church. അതിൽ ആദ്യം നാം ചിന്തിച്ചത് തെറ്റായ തത്വചിന്തകളിലൂടെയാണ്. And first way we saw is how the devil is scheming is with regard to the wrong philosophies. അങ്ങനെയുള്ള ചില തത്വചിന്തകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. And I introduced you to some of those philosophies. ഒരുപക്ഷെ ആ പേരുകൾ നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിൽ പോലും അതിനകത്തെ ആശയങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. And even if you may not remember those different philosophies, you must understand and remember the thoughts behind it. ഈ വ്യത്യസ്തമായ തത്വജ്ഞാനങ്ങൾ ഈ ദിവസങ്ങളിൽ അറിഞ്ഞും അറിയാതെയും നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. And knowingly or unknowingly these philosophies today influence us. അത് സഭയ്ക്കകത്തും അത് വളരെ സാരമായ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. And even today in the church there is a deep influence that is bringing in the church. ദൈവം അനുവദിച്ചാൽ പിന്നീട് ഒരു ദിവസം യൂത്ത് മീറ്റിംഗിനോട് ബന്ധപ്പെട്ട് ഇത് ചെറുതായിട്ട് വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. And I desire to explain this a little bit more further in one of the youth meetings. അതുപോലെ തന്നെ തെറ്റായ ചില അല്ലെങ്കിൽ തെറ്റായ മതവിശ്വാസങ്ങളുടെ സ്വാധീനങ്ങളിലൂടെ പിശാച് നമ്മെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ സഭയെ ആക്രമിക്കുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. And I also mentioned that the devil is attacking us through various false religions. അനേക മതവിശ്വാസങ്ങൾ ഇന്ന് സഭയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. And today many religions are influencing the church. പലപ്പോഴും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിയാതെ അത് സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പോകുന്ന അനേകരുണ്ട്. And today there are many people not knowing where these beliefs come from, depend and trust in them. ഈ മതങ്ങളുടെയൊക്കെ സ്വാധീനം കഴിഞ്ഞ നാളുകളിൽ സഭയെ അഥവാ
കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. And these false religions have been influencing the church for the past 20 centuries. ഭാരതത്തിലുള്ളതായിരിക്കുന്ന സഭയെ അല്ലെങ്കിൽ കേരളത്തിലുള്ള സഭയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് നമ്മുടെ ദേശമായിരിക്കുന്ന ഭാരതത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആ മതവിശ്വാസമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. And I believe that the influence that has come upon the church in Kerala and India is mainly the majority religion that is there in our nation India. ആ വിശ്വാസത്തോട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിലുള്ള അനേക കാര്യങ്ങൾ ഇന്ന് സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു നല്ല ഭാഗം എന്ന് പറയുന്നത്. And there is a good majority of people in the Christian community who believe that many of the beliefs of this majority faith is true. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. And I pointed out some examples concerning the same. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചിലർ പറഞ്ഞു അത് കുറേയും കൂടെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. And after the class, as I stepped out, many had mentioned to me that you should have elaborated this further. പക്ഷേ അതിന് ഉള്ളതായിരിക്കുന്ന സമയവും സാവകാശവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. But because there was not much time, I will not go further into it. ഇന്ന് നാം ആ വിഷയം തന്നെ തുടർന്ന് പഠിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. And I'd like to continue further on that subject today. പിശാച് ദൈവത്തിന്റെ പദ്ധതിയായിരിക്കുന്ന സഭയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെ എതിരിടുന്ന മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വ്യാജ ഉപദേഷ്ടാക്കളുടെ രൂപത്തിലാണ് അല്ലെങ്കിൽ വ്യാജമായിരിക്കുന്ന പഠിപ്പിക്കലിലൂടെയാണ്. And the third way that the devil is attacking the church today is through false teachers or false doctrines. തെറ്റായ അല്ലെങ്കിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാരിലൂടെ ദൈവസഭ ഇന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ വിഷമത്തിലൂടെ അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. And we see that today the church is deeply struggling with various false teachers. ഈ വിഷയം പിശാചിനോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാചിനോട് ബന്ധപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണം നാം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. In 2 Corinthians chapter 11 and verse 14 we read like this, and it shows how it is related to the devil. നാം പിശാചിന്റെ സ്വഭാവത്തോട് ബന്ധപ്പെട്ട് ഈ വാക്യം മുൻപ് വായിച്ചതാണ്. And this is the verse that we read with regards to the character of Satan. എന്നാൽ അത് ഒരിക്കൽ കൂടെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. But I'd like to read this one more time. 14-15 വാക്യങ്ങൾ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. We read 2 Corinthians 11, 14 and 15. പിശാച് വ്യാജമായിരിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ കള്ളവേഷത്തിൽ വരുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. And we see here that Satan is coming in a disguise or a false image. അവൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് വരികയാണ്. And we see that he comes wearing a robe like the angel of light. അത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ആ ഭാഗം വായിച്ചാൽ നമുക്ക് വ്യക്തമാണ്. And when we read this portion, we understand what the apostle is talking about. തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. And what the apostle is pointing out as those people who teach false doctrines. അവർ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു എന്നാണ്. And it mentions that they come as angels of light. പൗലോസ് എന്താണ് വെളിച്ചദൂതന്റെ വേഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. I'd not like to go into the part where Paul mentions as angel of light. എന്നാൽ ആ വ്യക്തിയെ തീർച്ചയായിട്ടും ഈ വെളിച്ചദൂതൻ എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പിയറൻസ്, അതിന്റെ ആ പുറമേ ഉള്ളത് വളരെ ഭംഗിയുള്ള നിലയിലാണ്. And when he mentions about angel of light, he wants to say that outwardly that person looks very beautiful. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, പിശാച് ഒരിക്കലും നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു ഭീകര രൂപം കാട്ടിക്കൊണ്ട് വരില്ല. And when I mentioned earlier, when Satan comes in front of us, he doesn't come in a very scary appearance. നമുക്ക് ആകർഷണീയമായ നിലയിൽ, നമുക്ക് താല്പര്യം തോന്നുന്ന നിലയിൽ തന്നെ ആയിരിക്കും അവൻ വരിക. And he would come in such a manner that we might desire or be attracted to him. എന്നാൽ പലപ്പോഴും അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു. But many times we are not able to distinguish that fact. അവന്റെ തനി സ്വരൂപത്തിൽ അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് അവനെ തിരിച്ചറിയാൻ കഴിയും. And if he comes in his true character or appearance, and we'll be able to recognize him. എന്നാൽ നമ്മെ വഞ്ചിക്കുന്ന നിലയിലാണ്, നമ്മെ കബളിപ്പിക്കുന്ന നിലയിലാണ് അവൻ വരിക. And he comes in such a way that he can deceive us or cheat us. ഇത് വളരെ നല്ലതാണ്, നല്ല വ്യക്തിയാണ്, നല്ല നിലയിലുള്ള ഉപദേശമാണ് എന്ന്
നാം മനസ്സിലാക്കുന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് ഈ വ്യക്തികൾ കടന്നു വരിക. And many times these people come misguiding us that they are good people or with good character. ഈ വ്യക്തികളുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ദൈവത്തിന്റെ വചനം തരുന്നുണ്ട്. And the Lord is the word of God is giving us clear indications of who these people are. ഞാൻ വിചാരിക്കുന്നു പിശാച് ഇന്ന് സഭയെ ഏറ്റവും കൂടുതലായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കന്മാരിലൂടെയാണ്. And I believe that in this day the devil is opposing the church mainly through these such false teachers. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്വഭാവം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. And we can see one of their characters in Romans 16 and verse 17 and 18. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ എന്ന് നാം വായിക്കുന്നു. And we read that they cause divisions and create obstacles. അവര് ഉള്ളവരെ ഭിന്നിപ്പിക്കുന്നവരാണ്, ഇടർച്ച ഉണ്ടാക്കുന്നവരാണ്. And we see that they are people who create divisions or divide people. സഭയെ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ദുരുപദേഷ്ടാക്കന്മാർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. And false teachers are those who are in the process of trying to divide the church. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. And the servants of the Lord, their main work is to gain many souls for Christ. എന്നാൽ ഇന്ന് പലപ്പോഴും കാണുന്നതായിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് മറ്റുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ആടുകളെ മോഷ്ടിക്കുക എന്നുള്ളതാണ്. But we see one of the characteristics that we see of people today is that they go to various places and they steal the flock. പുതിയ ആത്മാക്കളെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് മറ്റുള്ളതായിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്. It is easier to steal the sheep from other churches than to go and gain new souls. ഈ ആളുകൾക്കൊന്നും നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഭാരം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. I believe that they do not have any burden for the souls that are being lost. അവരുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് മറ്റു പല ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങളാണ്. And the main desire that they have in their heart is mainly for worldly gain. മറ്റൊരു കാര്യം, ഈ ഭാഗത്ത് തന്നെ ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. And we can see another characteristics of these false teachers in verse 18. അവർ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു എന്ന് അവിടെ വായിക്കുന്നു. And we read, and by smooth talk and flattery they deceive the hearts of the nine. അവരുടെ സംസാരം എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നിലയിലായിരിക്കും. And we know that the way that they talk is very attractive to us. അവർ നമ്മെ സുഖിപ്പിക്കുന്ന, നമുക്ക് സന്തോഷം പകരുന്നതായിരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ നമ്മെ കുറിച്ച് പ്രശംസിച്ച് പറയും. And they will talk various things to praise us and that which we would truly enjoy. എന്നാൽ അതിന്റെ പിറകിലുള്ളതായിരിക്കുന്ന ഉദ്ദേശം തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയണം. But we should be able to clearly understand the purpose behind their talk. ഒരിക്കലും ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ഒരു അപകടകാരികളായിട്ട് നാം ഒരിക്കലും കാണില്ല. And many times we do not see such people as dangerous people. നമ്മെ കുറിച്ച് നല്ലത് പറയുന്ന, നമ്മെ പ്രശംസിച്ച് പറയുന്ന ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? Is there anyone who does not like those who speak good about them or flatter them? തീർച്ചയായിട്ടും നമുക്ക് അവരോട് ഒരു ഇഷ്ടം കൂടുതലുണ്ടാകും. Truly we might have a greater desire towards them. അവിടെയാണ് പിശാചിന്റെ വഞ്ചന എന്ന് പറയുന്നത്. That is where the devil deceives us. പ്രിയമുള്ളവരെ, അവിടെയാണ് നാം ഇത് ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ കാണേണ്ടത്. And that is why we need to carefully look at this matter. കേൾക്കുന്നതായിരിക്കുന്ന എല്ലാ നല്ല വാക്കും ശരിയായിട്ടുള്ള നിലയിൽ അതിനെ ആത്മാർത്ഥതയിൽ ഉൾക്കൊള്ളാനായിട്ട് നാം അത് പാടില്ല, അതിനെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. We need to examine each of these smooth and flattery words that are spoken to us. പത്രോസ് എഴുതിയതായിരിക്കുന്ന 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. In 2 Peter chapter 2 and verse 1 we read like this. എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുമെന്നാണ് അവിടെ വായിക്കുന്നത്. We read there who will secretly bring in destructive heresies, even denying the master. അവരെ അവിടെ നാശകരമായിരിക്കുന്ന നിലയിലുള്ള ഉപദേശങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. And we see that they are teaching destructive doctrines. ഒരുപക്ഷേ നല്ലത് എന്ന് പുറമേ തോന്നുമെങ്കിലും അത് കാലം കഴിയുമ്പോൾ
ആളുകളെ നാശത്തിലേക്ക് തള്ളിയിടുന്ന ഉപദേശങ്ങളായിട്ട് മാറുകയാണ്. And these would be teachings that might look good from the outside, but in time it'll push people to destruction. ആത്മീയമായിട്ട് അവരെ വർദ്ധിപ്പിക്കേണ്ടതിന് പകരം ആത്മീയമായിരിക്കുന്ന തളർച്ചയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. And rather than edifying people, they will be taken to weaknesses. ഞാൻ നേരത്തെയും പറഞ്ഞു, ആത്മീയ വർധന എന്ന് പറയുന്നത് നമുക്കൊക്കെ സുഖം പകരുന്ന ഒരു അനുഭവത്തെ കുറിച്ചല്ല. And when I speak about spiritual growth, it's not an experience that's always good. പലപ്പോഴും ഇങ്ങനെയുള്ള ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളുടെ ഒക്കെ അടുക്കൽ ചെല്ലുമ്പോൾ ആളുകൾ പറയാറുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ കുറച്ചുകൂടെ വളരെ നന്നായിട്ട് അനുഭവപ്പെട്ടു എന്നാണ്. And many times people say the good experience that they had when they go to such false teachers. അതും വഞ്ചനയുടെ ഭാഗം തന്നെയാണ്. അതാണ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. തികച്ചും ഒരു കബളിപ്പിക്കലിൻ്റെതായിരിക്കുന്ന അനുഭവം തന്നെയാണ്. And that is also a situation where you are being deceived. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. In Acts chapter 20, അതിന്റെ 29 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലുള്ളതായിരിക്കുന്ന ഇടയന്മാരോട് സംസാരിക്കുകയാണ്. and we see that the apostle Paul is speaking here to the elders in Ephesus. അവിടെ 29 മുതലുള്ളതായിരിക്കുന്ന വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. And we read that after my departure, fierce wolves will come in among you, not sparing the flock. ശിഷ്യന്മാരെ, 30-ാമത്തെ വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. And verse 30, and from among you your own selves will arise men speaking twisted things to draw away the disciples after them. അതുകൊണ്ട് ഉണർന്നിരിക്കണം എന്നാണ് പൗലോസ് അതിനുശേഷം പറയുന്നത്. And after that, the apostle Paul reminds them, be alert. പ്രിയമുള്ളവരെ, ഇവിടെ നാം കാണുന്നത് ആട്ടിൻകൂട്ടത്തെ ശരിയായിട്ടുള്ള നിലയിൽ ഉൾക്കൊള്ളാത്ത ചെന്നായ്ക്കളെ ആണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്നത്. And we see the apostle Paul is introducing them to fierce wolves who do not care about the flock. അവിടെ വായിക്കുന്നത് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി എന്നാണ്. And we read that they will draw away the disciples after them. ദൈവ വഴിയിൽ നടക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകളെ ആണ് ഇവര് ആ ദൈവ വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. And they are trying to draw away those people who are believing in God and walking in the ways of God. അതിനുശേഷം പറയുന്നത് അവരെ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നു എന്നാണ്. And we see that they are teaching a different doctrine, is what we mentioned there. അത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു സ്ഥിതിയായിട്ട് ഈ നാളുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. And we can see that that's a very dangerous trend that is seen even today. ആ ഭാഗത്ത് തന്നെ ഈ ഇങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള മറ്റൊരു പ്രത്യേകത നാം കാണുന്നുണ്ട്. And we can see another characteristics of such false teachers in that portion. അത് വായിക്കുന്നത് അവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്നാണ്. And it's mentioned that they will arise from among you. അത് വേറെ എവിടെ നിന്നെങ്കിലും വരുമെന്നല്ല പൗലോസ് പറയുന്നത്. Paul is not saying that they will come from other places. വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അവർ എഴുന്നേറ്റ് വരുന്നത്. We see that they arise from the believers themselves. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ യോഹന്നാനും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. And 1 John chapter 2, the apostle John is also mentioning the same. Verse 19. And verse 19. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല എന്നാണ്. We read that they went out from us, but they were not of us. അവരും നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. And the apostle John is saying that they themselves came out of us. നോക്കുക, ഈ ദുരുപദേശം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇതിലൂടെ പിശാച് ആളുകളെ വഞ്ചിക്കുന്നത് കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നിലയിലുള്ള അവരോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ കൂടെയാണ് ഇത് പലപ്പോഴും പുറത്തേക്ക് വരുന്നത്. And we see that many times the devil is deceiving the church through people that are among themselves. അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള ചതിയിൽ ആളുകൾ പെട്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we can see that many times people fall into such traps. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ മത്തായി കർത്താവായ യേശു ക്രിസ്തു ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാം. And we can see a usage that the Lord mentions in Matthew chapter 7 verse 25. അവിടെ പറയുന്നത് ആട്ടിൻ തോലിട്ടതായിരിക്കുന്ന ചെന്നായ്ക്കളുടെ രൂപത്തിലാണ് അവർ വരുന്നതെന്നാണ്. And we see that they come in the sheepskin. ചെന്നായുടെ രൂപത്തിലല്ല അവർ വരുന്നത്. And they are not coming in the form of wolves. ആട്ടിൻകുട്ടിയുടെ രൂപത്തിലാണ്. But they're coming in the form of lambs. നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്ന തരത്തിലാണ്. In a way that in which we will love them. നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന നിലയിൽ തന്നെയാണ് അവർ നമ്മുടെ അടുക്കലേക്ക് വരിക. And they'll come in a form in which we will be forced to like them. അവരുടെ ശരിയായിരിക്കുന്ന രൂപം ഒരിക്കലും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. But we can never be able to see their true nature or form. അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എന്നുള്ള നിലയിൽ
നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നത്. And that is why such people are mentioned as those who come in sheep's clothing. ഈ കപടം കാണിക്കുക എന്നുള്ളത് പിശാചിന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ്. And so one of the greatest tricks of the devil is to show such deceit. അത് തുടക്കം മുതൽ പിശാച് കാണിക്കുന്ന ഒരു വലിയ തന്ത്രമാണ്. And that is one of the greatest tricks of the devil. എന്നാൽ അവിടെയാണ് പലപ്പോഴും നമ്മൾ വീണു പോവുക. But it is in such situations that we many times fall. ഹവ്വയുടെ അടുക്കലേക്ക് പിശാച് ചെന്നപ്പോൾ ഹവ്വ വീണുപോയതും അങ്ങനെ തന്നെയാണ്. And we know that when the devil went to Eve, it is in such a situation that Eve fell. അവന്റെ ശരിയായ സ്വരൂപം ശരിയായ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ ഹവ്വ പരാജയപ്പെട്ടു. And he failed to understand his true form and nature. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിൽ നമുക്ക് വളരെ സന്തോഷം തരുന്ന നല്ല അനുഭവങ്ങൾ തരുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മെ വലിയ ചതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമായിട്ട് പിശാച് ഉപയോഗിക്കുക. And the devil is using many things that cause entertainment and joy to us in this world to draw us into deception. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. And so we need to pay good attention to it. ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. And there are certain words that are used for such false teachers in the Bible. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ ഇവരെ കുറിച്ച് പറയുന്നത് കള്ള സഹോദരന്മാർ എന്ന വാക്കാണ്. And 2 Corinthians 11 verse 26, they are mentioned as false brethren. 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 13 വാക്യം, നമ്മൾ ഇന്ന് വായിച്ചതായിരിക്കുന്ന ആ വാക്യത്തിന്റെ തൊട്ട് മുൻപുള്ള വാക്യത്തിൽ അവരെ കള്ള അപ്പോസ്തലന്മാർ എന്ന് നാം വായിക്കുന്നുണ്ട്. And we also read of them as false apostles in 2 Corinthians chapter 11 and verse 13. 2 പത്രോസ് 2:1 അവരെ കുറിച്ച് വ്യാജ ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ എന്ന് നാം വായിക്കുന്നു. And we read in 2 Peter chapter 2 and 1 as false prophets and false teachers. 1 തിമോത്തിയോസ് 4 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ, അത് മലയാളത്തിൽ 1 വാക്യത്തിലാണ്, അവിടെ ഭോഷ്ക് പറയുന്നവർ എന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. And in 1 Timothy chapter 4 and verse 1, they are called as liars. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോൾസ് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ തെറ്റായ നിലയിൽ സംസാരിക്കുന്ന, വ്യാജമായി സംസാരിക്കുന്നവരാണ് അവർ. They are people who speak lies or speak in the wrong manner. നമ്മൾ നേരത്തെ വായിച്ച 1 യോഹന്നാൻ 4:1 നേരത്തെ വായിച്ചില്ലെന്ന് തോന്നുന്നു. 1 യോഹന്നാൻ 4:1 അവരെ കുറിച്ച് വ്യാജ പ്രവാചകന്മാർ, കള്ള പ്രവാചകന്മാർ എന്ന് നാം വായിക്കുന്നുണ്ട്. And in 1 John chapter 4 and verse 1, they are called as false prophets. ഇവരെ കുറിച്ച് പത്രോസും യൂദയും അവരെ ഈ രണ്ടുപേരും പറയുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്, ബുദ്ധിയില്ലാത്ത ജന്തുക്കൾ എന്നാണ്. And we see that both Jude and the apostle Peter calls them as animals without any understanding. 2 പത്രോസ് 2 അധ്യായത്തിന്റെ 12 വാക്യത്തിലും യൂദയുടെ ലേഖനം 10 വാക്യത്തിലും നാം അത് വായിക്കുന്നുണ്ട്. അൺറീസണിങ് ആനിമൽസ്, ബുദ്ധിയില്ലാത്ത ജന്തുക്കൾ എന്നാണ് ഈ 2 ഭാഗത്തും അവരെ കുറിച്ച് നാം വായിക്കുന്നത്. And we read about them as irrational animals or animals without any understanding in 2 Peter 2 and verse 12 and Jude chapter verse 10. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 7:15 നമ്മൾ നേരത്തെ വായിച്ചതാണ്. ആട്ടിൻതോലിട്ടതായിരിക്കുന്ന ചെന്നായ്ക്കൾ എന്നവരെ വിളിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 20:29 നാം വായിച്ചതായിരിക്കുന്ന ഭാഗത്ത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്നുള്ള നിലയിലാണ് അവരെ കുറിച്ച് വായിക്കുന്നത്. And they are also depicted as wolves who are coming in sheep's clothing and who tear people is in 2 different portions. നോക്കുക, അത് വളരെ നല്ല നിലയിൽ വന്നിട്ട് അവർ ഏറ്റവും വലിയ നാശത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണുള്ളത്. And we see this is an experience where they come approach in a good manner, but they take people into great destruction. എന്നാൽ ഈ കാര്യത്തെ നാം ഏറെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചില്ലെങ്കിൽ പലപ്പോഴും നാം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. But if we don't pay close attention to this matter, then we will fall away. ഞാൻ മുൻപോട്ട് പോകട്ടെ, നമ്മുടെ വിഷയം പൂർണ്ണമാക്കണമല്ലോ. അതുകൊണ്ട് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. I'd like to go to the next point. 4ാമത്തേത് വ്യാജ ഉപദേശങ്ങളാണ്. And the 4th point is false teachings or doctrines. വ്യാജ ഉപദേഷ്ടാക്കന്മാർ തന്നെയാണ് വ്യാജ ഉപദേശം പഠിപ്പിക്കുന്നത്. And it's these false teachers who teach false doctrines. എന്നാൽ അത് രണ്ടും നാം വേർതിരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. But we are trying to study both of them separately. നമുക്കറിയാം, ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. And we know that this is an age where there's a great number of false teachings being spread. ഉപദേശം എന്ന് പറയുന്ന കാര്യത്തെ ആക്രമിക്കുമ്പോൾ സഭയുടെ അടിസ്ഥാനം ഇളകുകയാണ്.
ഇളകുകയാണ്. And we see that when there is an attack against the doctrine, then there's an attack against the foundation of the church. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്നാണ്. And we read in Ephesians chapter 2 and verse 20, built on the foundation of the apostles and prophets, Christ Jesus himself being the cornerstone. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, അതിന്മേലാണ് ദൈവസഭ പണിയപ്പെട്ടിട്ടുള്ളത്. And we know that the apostles and the prophets have laid a foundation, and on this foundation the church is being built. ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ തങ്ങളുടെ വ്യാജ ഉപദേശം കൊണ്ട് എന്താണോ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേശിച്ചത് അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ പഠിപ്പിച്ചത്, ആ അടിസ്ഥാനം തകർക്കാനുള്ള ശ്രമമാണ്. And we see that these false teachers through their false doctrines are trying to destroy what the apostles and the prophets taught in the first century. ചില വാക്യങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And I desire to read a few verses in this manner. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. And 2 Timothy chapter 4 and verse 3 and 4. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. Verse 3 and 4. For the time is coming when people will not endure sound teaching, but having itching ears, they will accumulate for themselves teachers to suit their own passions, and will turn away from listening to the truth and wander off into myths. നമുക്ക് അവർ പത്യോപദേശം പുറക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുന്ന ഒരു കാലം വരുമെന്നാണ് നാം വായിച്ചത്. ഈ വാക്യം വളരെ അധികം ശ്രദ്ധയോടുകൂടെ തന്നെ നാം ചിന്തിക്കാനായിട്ട് ആവശ്യമുണ്ട്. And it's very important that we carefully study these two verses. പത്യ ഉപദേശം എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം വേദപുസ്തകത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And we see that the word sound doctrine is mentioned many times in the New Testament. ഞാൻ മുൻപ് പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പത്യോപദേശം എന്ന് ഏകവചനത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ശരിയായ ഉപദേശത്തെ കുറിച്ചാണ്. And wherever the sound teaching is mentioned in the singular, there in all those places it talks about true doctrine. എന്നാൽ ഉപദേശങ്ങൾ എന്ന് ബഹുവചനത്തിൽ എവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം വ്യാജ ഉപദേശത്തെയും തെറ്റായ ഉപദേശത്തെയും കുറിച്ചാണ്. But wherever the word doctrines is used in the plural, it talks about false doctrines or teachings. അതിന്റെ കാരണം സത്യ ഉപദേശം ഒന്നേ ഉള്ളൂ, എന്നാൽ തെറ്റായ ഉപദേശങ്ങൾ 100 കണക്കിനുണ്ട്. The reason being that sound teaching is only one, but false doctrines are many. ഈ കാലങ്ങളിൽ കാണപ്പെടുന്ന അനേക ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കെതിരായിട്ടുള്ള പിശാചിന്റെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായിരിക്കുന്ന ആക്രമണങ്ങളിൽ ഒന്നാണ്. And we know that during this age the false teaching is one of the greatest attacks that the devil is doing against the church. വ്യാജ ഉപദേശങ്ങൾ സഭയിലെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. And there are false teachings in every age of the church. അതിന്റെ ആരംഭകാലം മുതൽ പിശാച് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു മേഖലയാണ് ഈ നിലയിലുള്ള ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. And that is one area where the devil has been trying to attack from the very beginning. അതിന്റെ ധാരാളം തെളിവുകൾ പുതിയ നിയമത്തിൽ തന്നെ ഉണ്ട്. And there are very proofs concerning the same in the New Testament. അങ്ങനെയുള്ള വ്യാജ ഉപദേശങ്ങൾ ആ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ അപ്പോസ്തലന്മാർക്ക് ആ കാലഘട്ടത്തിൽ എഴുതേണ്ടി വരുന്നത്. And the apostles had to write this concerning this subject because there were false teachings in those days. എന്നാൽ അന്ന് ഉണ്ടായിരുന്ന വ്യാജ ഉപദേശങ്ങളെക്കാൾ എത്രയോ അധികം ഉപദേശമാണ് ഈ കാലഘട്ടങ്ങളിലുള്ളത്. But much more than the false teachings in those days, there are many even today. ഇങ്ങനെയുള്ള വ്യാജ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അത് എത്ര ദൈവവചനത്തിൽ നിന്ന് എത്ര വ്യതിചലിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അതിനെ പിന്തുടരുന്ന വിശ്വസിക്കുന്ന അനേക ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അതിനെ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത. And even though these false doctrines are very clearly different from what is mentioned in the Word of God, there are many who still follow and believe in it. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ YMEF-ന്റെ ടീമിനോട് കൂടെ ഭാരതത്തിലെ അതിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായിരിക്കുന്ന മിസോറാമിൽ കടന്നുപോയി. And as part of the YMEF ministry, I went along with the YMEF team to Mizoram. അവിടെ മിസോറാമിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കുന്ന ഐസോളിൽ നിന്ന് കുറെ അധികം ദൂരം ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു ഗ്രാമമുണ്ട്. And if you go a couple of kilometers away from the capital Aisol, there is a village there. ഗ്രാമം ഒരു തരത്തിൽ അവിടുത്തെ ഒരു ഫർണിച്ചർ വില്ലേജ് എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുക. And that village is known as a furniture village. എന്നാൽ മറ്റൊരു നിലയിലും ആ ഗ്രാമം അറിയപ്പെട്ടിരുന്നു. And there was another way in which that village was famous for. അവിടെ ഒരു ക്രിസ്തീയ
ക്രിസ്തീയമെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. But there was a group there who claims to be Christians, വലിയൊരു കോമ്പൗണ്ടിനകത്താണ് അവർ താമസിക്കുന്നത്. and they're staying in a very big, large compound. ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ ഞങ്ങളെ ആ കെട്ടിടങ്ങളൊക്കെ പോകുന്ന വഴി കാണിച്ചു തന്നു. And one brother who was with us showed us that compound as we were traveling. എന്നിട്ട് പറഞ്ഞു ആ സമൂഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, വേദപുസ്തകമൊക്കെ തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്. And they are a very peculiar community, and they also believe in the Bible. എന്നാൽ ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് വളരെ രസകരമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. But there's one interesting fact concerning the leader of that group. അദ്ദേഹത്തിന് 35 ഭാര്യമാരുണ്ട്. And he has 35 wives. ഞാൻ ഈ പറയുന്നതായിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഇദ്ദേഹത്തിന്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഉള്ള ഒരാളാണ്. And you can verify the same because he is mentioned in the Guinness Book of World Records. അദ്ദേഹം ഈ ഭാര്യമാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിരിക്കുന്ന നിലയിലുള്ള മുറികളും അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. And he has created very separate rooms and buildings for these wives. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. And it is grandfather who started this institution. ആ വല്യപ്പച്ചൻ, അതായത് ഗ്രാൻഡ് ഫാദർ അവകാശപ്പെട്ടത് താൻ പിതാവായ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നായിരുന്നു. And the grandfather claimed that he was the direct representative of God the Father. അദ്ദേഹത്തിന്റെ മകൻ അവകാശപ്പെട്ടു താൻ പുത്രനായ ദൈവം ക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നാണ്. And his son claimed that he was the direct representative of God the Son. ഇപ്പോൾ ആയിരിക്കുന്ന പാസ്റ്റർ അവകാശപ്പെടുന്നത് താൻ പരിശുദ്ധാത്മാവിന്റെ പ്രതിനിധിയാണെന്നാണ്. And the current pastor claims that he is a representative of the Holy Spirit. ആ കൂട്ടത്തിലും ധാരാളം ആളുകളുണ്ട്. And even in that group there are many people. എത്രയോ ആളുകൾ വഞ്ചിക്കപ്പെട്ട് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നു. And many people are deceived and going after such beliefs. ചില നാളുകൾക്ക് മുൻപ് ഞാനും എൻ്റെ ഒരു കൂട്ടു സഹോദരനും കൂടെ കേരളത്തിൽ ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമുള്ളതായിരിക്കുന്ന ഒരു ദുരുപദേശ സംഘടനയുടെ ആ സ്ഥലത്ത് ആയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയി. And we went to visit an institution where they teach false doctrines in a place near Irinjalakuda. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എംബറർ ഇമ്മാനുവൽ ചർച്ച് എന്ന് പറയുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ട്. It's called Ember Emmanuel Church. That's a group that is there. അവര് ചാലക്കുടിക്ക് അടുത്ത് ഉള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്താണ് അവരുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കേന്ദ്രം. And their main center is in a place near Chalakudi. കത്തോലിക്ക സഭയില് അച്ഛനായിരുന്ന ഒരാളാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. And it was a priest who was in the Catholic Church who started this ministry. അദ്ദേഹം പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കർത്താവിന്റെ വരവുണ്ടാകുമെന്നാണ്. And he taught that in his lifetime the coming of the Lord will happen. കർത്താവിന്റെ വരവിന്റെ സമയത്ത് നോഹയുടെ കാലം പോലെ ആകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. And the Lord had mentioned that the time of his coming will be like the time of Noah. അതുകൊണ്ടായിരിക്കണം അവർ ഒരു പെട്ടകത്തിന്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടമൊക്കെ അവിടെ പണിത് വെച്ചിട്ട് അതിനകത്താണ് പലരും താമസിക്കുന്നത്. And it is in that manner that they built a building that is in the form of an ark, and many people are living in there. ചുരുക്കം ചില വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ 150ഓളം സ്ഥലത്ത് ഇവരുടെ സഭകൾ ആരംഭിച്ചു. And in a short period of time, around their churches were started in around 150 places in Kerala. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ സ്വന്തം സ്ഥലമായിരിക്കുന്ന അവിടെയും അവർക്കൊരു സഭയുണ്ട്. And they also have a church in the very place that I also work in. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെയുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചു. And we went and spoke to one person there. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതൊന്നും അവർ അങ്ങോട്ടേക്ക് കേൾക്കില്ലെന്നുള്ളതാണ് ഒരു കുഴപ്പം. And one of the important problems is that they never listen to what we have to say. നമ്മൾ അങ്ങോട്ട് ചെന്നതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു. And they mentioned that because you came to us, you must listen to what we also have to say. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് കേൾക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായി. And we were also ready to listen to what they had to say. അപ്പോൾ അവിടെ ഞങ്ങൾ സംസാരിച്ച വ്യക്തിക്ക് നല്ല ഒരു ബിസിനസ് ഉണ്ടായിരുന്ന ഒരാളാണ്. And that person who we were speaking to was one who had a very good business. ആ ബിസിനസ് എല്ലാം താന് അത് ഡിസ്പോസ് ചെയ്ത് അതെല്ലാം വിറ്റ് ആ പണമെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടാണ് താനും കുടുംബവും ഈ കൂട്ടത്തിലായിരിക്കുന്നത്. And we see that man had sold all his business and took that money and brought it here and is here in that place with the family. അങ്ങനെ അനേക കുടുംബങ്ങൾ ആ കോമ്പൗണ്ടിനകത്തുണ്ട്. And so many such families are also living in that compound. ചില നാളുകൾക്ക് മുമ്പ് അവർക്കെതിരെ ചില നിയമ നടപടികൾക്കൊക്കെ ആയിട്ട് ഉള്ള അന്വേഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു. And in a few months back some legal actions were taken against them. ഈ ഞങ്ങൾ സംസാരിച്ചതായിരിക്കുന്ന ഈ വ്യക്തി ഞങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവ് വരുന്നത് വരെയും ഞങ്ങൾ ആരും മരിക്കയില്ലെന്നാണ്. And that man mentioned that to us that till the Lord comes none of us here will die. ഈ സമൂഹത്തിലുള്ളതായിരിക്കുന്ന എല്ലാവരും കർത്താവിന്റെ വരവ് വരെയും ജീവനോടെ ഇരിക്കുമെന്ന്
വളരെ ശക്തമായി ആ വ്യക്തി വിശ്വസിക്കുകയാണ്. And he very strongly believes that till the Lord comes, none of those people in that community will die. ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. And even though we tried to explain many things to them, he tried to go away from it. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകും, ഞങ്ങളുടെ കൂടെ വന്ന് 7 ദിവസം ഇവിടെ വന്ന് ധ്യാനം ഇരുന്നാൽ മതി എന്നാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും ഈ 7 ദിവസത്തെ ധ്യാനത്തിൽ എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. And he mentioned that if you come and spend 7 days with us through in meditation, you will get the answer to all your questions. അദ്ദേഹത്തിന് അറിയാം നമ്മളാരും പോയില്ലെന്നുള്ളത്. And he knew that we will not go there. ഞാൻ എന്റെ മനസ്സിനകത്തെങ്കിലും ആഗ്രഹിച്ചു ഇവർ 7 ദിവസം ഇവരുടെ കൂടെ പോയി ഒന്ന് ഇരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഇവരോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സാധിക്കുമോ എന്ന്. And there was a small desire in my heart to go and spend this 7 days with them so that they may at least understand what I had to say. പക്ഷേ അത് പിന്നെ വലിയ മറ്റു തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഞാൻ എന്നെ തിരിച്ചു ചെല്ലും എന്നെ എന്റെ സഭയെ കയറ്റില്ല, അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. And because the false assumptions that come concerning me, I did not go and spend time. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സഭ അല്ലെങ്കിൽ ഈ ദുരുപദേശ കൂട്ടം സ്ഥാപിച്ച ജോസഫ് പൊന്നാര എന്ന പേരിലുള്ളതായിരിക്കുന്ന ഒരു കത്തോലിക്ക അച്ഛനാണ്. And the Catholic priest called Joseph Ponara was the one who founded this ministry. ഞങ്ങൾ ഈ സന്ദർശനം നടത്തി ചില നാളുകൾക്ക് ശേഷം ഈ ജോസഫ് പൊന്നാര എന്ന അച്ഛൻ മരിച്ചു. And after a few months, after we visited this place, this priest Joseph Ponara passed away. ഞാൻ അപ്പോൾ ഓർത്ത ഒരു കാര്യം, ഈ ഞങ്ങൾ സംസാരിച്ച വ്യക്തി പറഞ്ഞു, ഈ കർത്താവിന്റെ വരവ് വരെ ഞങ്ങൾ ആരും മരിക്കയില്ലെന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയുണ്ടായി. And I remembered the conversation that we had with this man where he said that none of us will die till the Lord comes. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ എല്ലാവരും പിരിഞ്ഞ് അതെല്ലാം, കാരണം ആരും മരിക്കയില്ലെന്നുള്ള വിശ്വാസത്തിലാണല്ലോ അവിടെ ഇരുന്നത്. ഇദ്ദേഹം മരിച്ചതുകൊണ്ട് ഇനി എല്ലാവരും ഇതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് പഴയ പോലെ തന്നെ തിരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. And I thought to myself that because this man has passed away, everyone else will now disperse and go back. പക്ഷേ അവരെവിടെയും പോയില്ല, അവരിന്ന് പഴയതിനേക്കാൾ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. But we see that none of them went back, but they are going forward even strongly today. നമുക്ക് വ്യാജം വിശ്വസിക്കാനായിട്ട് പിശാച് എത്ര തന്ത്രപരമായിട്ടാണ് ആളുകളുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരിക്കുന്നത്. We can see that how the devil has deeply influenced various people's life so that they can believe in this deceit. എന്തെല്ലാം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ വ്യാജം എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ലഹരിയായിട്ട് അവരുടെ മനസ്സിലേക്ക് പതിഞ്ഞിരിക്കുകയാണ്. And we can, no matter what we try to say and convince them, this deceit has come as a drug into their mind. പിശാച് അത്രമാത്രം അവരുടെ മനസ്സിനെ കറുപ്പിച്ചിരിക്കുകയാണ്, കുരുടാക്കിയിരിക്കുകയാണ്. And we see that the devil has deeply darkened and blinded their minds. ഈ നാളുകളിൽ ദൈവസഭയെ സ്വാധീനിച്ചിട്ടുള്ളതായിരിക്കുന്ന മറ്റനേക ഉപദേശങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. And we all know of the various false doctrines that have influenced our church today. ഇന്ന് കാണുന്ന കരിസ്മാറ്റിക് പെന്തക്കോസ്റ്റൽ സമൂഹം മുഖാന്തരം ഈ ഉപദേശം വളരെ കാര്യമായിട്ടുള്ള നിലയിൽ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. And because of this charismatic Pentecostal movement, this false doctrines are being spread across the world in a very great manner. ഇന്ന് വേർപാടുകാരുടെ ഇടയിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും പറയും, അയ്യോ നിങ്ങൾ അങ്ങനെ അവരെ കുറിച്ച് പറയരുതെന്ന്. And many times when people in the brethren community speak against such people, they are admonished saying don't speak in that manner. അവർ നല്ല വിശ്വാസികളാണ്, വളരെ സത്യസന്ധരായിട്ടുള്ള നിലയിലുള്ള ആളുകളാണ് എന്നൊക്കെ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. And many people have the opinion that they are truthful believers and very good people. ഞാൻ ഒരിക്കലും അതിനെ നിഷേധിക്കുന്നുമില്ല. And I do not disagree with them. അതിനകത്ത് പല ആളുകളും, നല്ലൊരു ശതമാനം ആളുകളും സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്. And many good percentage of believers in that community are good people. സത്യസന്ധരാണ് എന്നുള്ളത് കൊണ്ട് അവർ വിശ്വസിച്ചിരിക്കുന്നത് സത്യമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. But just because they are truthful people does not mean that what they have believed is the truth. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെയുള്ള ഒരു സഹോദരനോട് പറഞ്ഞു, നമ്മുടെ സഹോദരൻ രാജൻ തോമസ് ഈ നാളുകളിൽ കാണപ്പെടുന്ന ഈ അന്യഭാഷാ ഭാഷണത്തെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. And the brother Rajan Thomas wrote a book which is regarding the tongues. അതിന്റെ ടൈറ്റിൽ വളരെ അപ്രോപ്രിയേറ്റ്, വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ അദ്ദേഹം കൊടുത്തത് സിൻസിയർലി മിസ്റ്റേക്കൺ എന്നാണ് ആ പുസ്തകത്തിന് താൻ പേര് കൊടുത്തത്. And the title that he gave that book is a very apt title called Sincerely Mistaken. എന്റെ മാതാവിന്റെ സഹോദരങ്ങൾ എല്ലാവരും പെന്തക്കോസ്റ്റ് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. And the brothers of my mother are all in the Pentecostal belief. എന്റെ അമ്മയുടെ പിതാവും മാതാവും വളരെ സത്യസന്ധരും വളരെ ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകളുമാണ്. And my mother's father and mother were people who were very truthful and had a very strong faith. അവരുടെ പ്രാർത്ഥന എന്റെ ജീവിതത്തിലും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറെ ബലമായിരുന്ന ഒരു കാര്യവുമാണ്. And their prayer was something that was a great strength in each one of our lives. ഒരുപക്ഷെ അത്രയും ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടും
വേർപാടുകാർ പ്രാർത്ഥിക്കുമോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. And many times I have doubted if the brethren people will pray in such a strong and sincere manner. അങ്ങനെയുള്ള ആളുകൾ വേർപാടുകാരുടെ ഇടയിൽ ഇല്ലെന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. I do not want to say that there are no such people among the brethren. പക്ഷേ അതുപോലെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി വിശ്വാസത്തോടുകൂടെ സംശയമില്ലാതെ പ്രാർത്ഥിക്കുന്ന അനേകർ ഈ സമൂഹത്തിലുണ്ട്. But there are many such people who pray with great sincerity and with great conviction among the Pentecostal movement. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, എത്ര തന്ത്രപരമായിട്ടാണെന്നറിയാമോ ആ വലിയ സമൂഹത്തെ പിശാച് വഞ്ചിച്ചു വെച്ചിരിക്കുന്നത്. But how tactfully has the devil deceived this people? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ സമൂഹം വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം അംഗീകരിച്ചിരിക്കുന്നവരാണെന്നാണ്. And many times we believe that this community believes in justification by faith. എന്നാൽ അങ്ങനെയല്ല. But they do not believe in that manner. വിശ്വാസത്താലുള്ളതായിരിക്കുന്ന രക്ഷ എന്ന ഉപദേശം അംഗീകരിച്ചിരിക്കുന്നവരാണ് അവർ എന്ന് നാം ചിന്തിക്കുകയാണ്. And we think to ourselves that they are people who believe that they receive salvation by faith. എന്നാൽ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസത്താലുള്ള രക്ഷയെ അംഗീകരിക്കുന്നവരല്ല. But a majority of them are not people who believe that they can attain salvation through faith. വിശ്വസിച്ചാൽ മാത്രം രക്ഷ പൂർണ്ണമാകുമെന്ന് കരുതുന്ന പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ആളുകൾ വളരെ വിരളമാണ്, ചുരുക്കമാണ്. And the people who actually believe that you believe and be saved are very few and can be counted in number, in their fingers. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ രക്ഷ പ്രാപിക്കാൻ, സ്വർഗത്തിൽ പോവാൻ. സ്നാനപ്പെടുകയും കൂടെ വേണം എന്ന് ചിന്തിക്കുന്നതാണ് നല്ലൊരു ശതമാനം പെന്തക്കോസ്തുകാർ. And a good percentage of people are those who believe it's not just enough that you believe in the Lord Jesus Christ as Savior and Lord, but you should also be baptized. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം വിശ്വാസത്താൽ രക്ഷ സാധ്യമാകുമോ? But by their faith will they be saved? അതിന്റെ കൂടെ വേറെയും പ്രവൃത്തികൾ ചെയ്യണ്ടേ? Should they not do other works? ഇനി അതുകൊണ്ടും രക്ഷ പൂർണ്ണമായോ? And with that is the salvation complete? ഓക്കെ, സ്നാനപ്പെട്ടാൽ രക്ഷ പൂർണ്ണമായെങ്കിൽ ഓക്കെ, ഒരു കാര്യമെങ്കിലും ചെയ്താൽ രക്ഷ പൂർണ്ണമാകുന്നു. അങ്ങനെ ചെയ്താലും അവരുടെ ഉപദേശപ്രകാരം രക്ഷ പൂർണ്ണമാകുന്നില്ല. But as per their doctrine, just by also getting baptized, they will not be fully saved. രക്ഷ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വയമായിരിക്കുന്ന പ്രയത്നം ആവശ്യമാണ്. And for they believe that if you want to be saved, then you should do your own works. നിങ്ങളുടേതായിരിക്കുന്ന പ്രയത്നത്താൽ നിങ്ങൾ അവസാനം വരെയും വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ച് നിലനിന്നെങ്കിൽ മാത്രമേ അവസാനത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയൂ. And only if you maintain spiritual purity and separation by your own efforts and work will you be able to be saved at the end. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറ, അവര് വിശ്വാസത്താലുള്ള രക്ഷ അംഗീകരിക്കുന്നവരാണോ ഇല്ലയോ എന്നുള്ളത്. And after listening to this, you yourself can think whether they are truly saved by faith alone. അവരുടെ ഉപദേശപ്രകാരം വിശ്വാസത്താൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ രക്ഷ പൂർണ്ണമാകുന്നില്ല. സ്നാനപ്പെടണം പോരാ, അവരുടെ ജീവിതം മുഴുവൻ സ്വന്തം പ്രയത്നത്താൽ അവൻ ആ രക്ഷയെ പിടിച്ചുകൊള്ളണമെന്നാണ് അവർ പറയുന്നത്. And they teach that salvation is not by faith alone, but after being along with faith, you need to also be baptized and you need to work and hold on to your faith till the end. വാസ്തവത്തിൽ പ്രവൃത്തിയാൽ ഉള്ള രക്ഷ തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. In essence, they are teaching of salvation by works. ഇത് പലപ്പോഴും നമ്മളും മനസ്സിലാക്കിയിട്ടില്ല. And many times we ourselves have not understood this. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നാം ഏർപ്പെടുമ്പോൾ വ്യക്തമായിട്ട് ഉപദേശത്തിൽ നമുക്ക് സമാനതകളുള്ളതായിരിക്കുന്ന ആളുകളോട് ചേർന്ന് സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നതാണ് ഏറെ നല്ലത്. അത് തന്നെയാണ് വേണ്ടതും. And many times I say like this, that we should go for the gospel work along with those who have a same belief in the doctrines as we have. അനേക സുവിശേഷ സംഘടനകളെ എനിക്കറിയാം. And I know of many gospel institutions. ഞാൻ ഈ സംഘടനകൾക്കൊന്നും എതിരല്ല. And I'm not against them. പക്ഷേ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശങ്ങൾ പിടിച്ചുകൊണ്ടിട്ടുള്ളതായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് സുവിശേഷം അറിയിക്കാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ, അതെങ്ങനെ അതിനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. But many times I've doubted how can it justify a situation where various people holding different doctrines can go together for the gospel work. കാരണം ഒരാൾ പറയുന്നു, നിങ്ങൾ വിശ്വാസത്താൽ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നു ഒരാള്. But one person is saying that by receiving the Lord Jesus Christ by faith into your lives you will be saved. അതല്ല, അപ്പോൾ വേറൊരാൾ കൂടെ ഉള്ളതായിരിക്കുന്ന മറ്റൊരാൾ പറയുകയാണ്, അതുപോരാ, നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങളും കൂടെ ചെയ്താലേ രക്ഷപൂർണ്ണമാകുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി എങ്ങനെ സുവിശേഷം അറിയിക്കും? But if the person who's going along with him says that is not enough, but along with that you have to do certain works, then how can they two work together? നോക്കുക, എത്ര തന്ത്രപരമായിട്ടാണ് ഒരു സമൂഹത്തെ
പിശാച് വഞ്ചിച്ചിരിക്കുന്നത്. And we see that how the devil is tactfully deceived an entire community. അതിനിടയിൽ രക്ഷിക്കപ്പെടാത്തവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരില്ലെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. And that does not mean that there are not saved people in that community. അവര് രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷയുടെ ഉപദേശം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ തന്നെയാണ്. And there are truly people there who have believed in the Lord Jesus Christ by faith and are saved. ഞാൻ പറഞ്ഞത് അവർ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ്. But I'm teaching about what they believe and what they teach. അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാം, ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും അതുപോലെയുള്ള ഈ ക്രിസ്തീയമായിരിക്കുന്ന ടെലിവിഷൻ ചാനലുകൾ എടുത്തു നോക്കിയാലും നമുക്കറിയാം, ലോകത്തിന്റെ മുൻപാകെ ഒരു കൂത്തുകാഴ്ചയായിട്ട് തീരുന്ന ഒരു അനുഭവമാണ് ഇന്നത്തെ ഈ സമൂഹം അത് ലോകത്തിന്റെ മുമ്പാകെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. And we see that they're showing various sorts of actions in the media and when we look in the Christian television channels. അന്യഭാഷകൾ സംസാരിക്കുന്നു എന്നുള്ള രൂപത്തിൽ കാണിച്ചു കൂട്ടുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. And we see the various images of the ways in which they speak in different tongues. എത്ര തെറ്റായിട്ടുള്ള നിലയിലാണ് ദൈവം കൊടുത്തതായിരിക്കുന്ന ഒരു കൃപാവരത്തെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. And we see how they misuse and they misunderstand the important gift of spiritual tongues that the Lord has given. വിവിധമായിരിക്കുന്ന ഭാഷകൾ സംസാരിക്കാനായിട്ട് ദൈവം കൊടുത്തതായിരിക്കുന്ന ഒരു വരത്തെ ഇന്ന് ആർക്കും മനസ്സിലാകാത്തതായിരിക്കുന്ന കുറെ അപശബ്ദങ്ങളാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. And they have taken the gift by which the Lord has allowed people to speak in different tongues and they're making various noises that others don't understand. പ്രിയമുള്ളവരെ, കർത്താവ് ഈ സഭയ്ക്ക് കൊടുത്ത അനുഗ്രഹീതമായിട്ടുള്ള ഒരു കൃപാവരമായിരുന്നു അന്യഭാഷകളുടെ വരം എന്ന് പറയുന്നത്. And we know that one of the spiritual gifts that the Lord had given for the benefit of the church was the tongues. അത് എന്തിനു വേണ്ടിയാണ് കൊടുത്തതെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. And in the word of God is very clearly mentioned why it was given. അത് കൊടുത്തതായിരിക്കുന്ന കാര്യം ഒന്ന് പ്രധാനമായിട്ടും അതൊരു അടയാളമായിട്ടാണ് കൊടുത്തത്. And one of the main reasons was it was given as a sign. ഒരു അടയാളം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അപ്പോസ്തലന്മാര് അതുപോലെ തന്നെ കർത്താവിന്റെ വചനം സംസാരിക്കുന്ന ആളുകളിലൂടെ ഈ അത്ഭുതകരമായിരിക്കുന്ന അടയാളം കാണുമ്പോൾ അതിൽ ദൈവത്തിന്റെ പ്രവൃത്തി അനേകർ തിരിച്ചറിഞ്ഞു. And when this miraculous sign was seen through the apostles and those who preached the word, then they understood the word of God. അത് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. And the apostle very clearly mentions in 1 Corinthians 14. അന്യഭാഷകൾ അവിശ്വാസികൾക്ക് അടയാളമായിരിക്കുന്നു. And we see that the tongue is given as a sign for unbelievers. അത് മാത്രമല്ല, അത് ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാനായിട്ടുള്ള ഭാഷയുമാണ് എന്ന് അവിടെ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. And the apostle also says that that's a language by which the God can speak to different people. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്നാണ് ദൈവം പറയുന്നത്. And the Lord is saying that with the unknown tongues I shall speak to these people. ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് പറയുന്നത് ദൈവത്തിന് ജനത്തോട് സംസാരിക്കാനാണ്. And when he says that I will speak to these people, God wants to speak to them. എന്നാൽ മറ്റൊരു വാക്യം തെറ്റായി വ്യാഖ്യാനിച്ച് മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ് എന്ന് അവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. But they are misunderstanding and misinterpreting the word, saying that this is for use to speak to God. ഞാൻ അവരോട് പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന ഈ ഭാഷ എന്തടയാളമാണ് ഇത് കാണുന്നവർക്ക് കൊടുക്കുന്നത്? And I many times have asked this tongues that you're speaking, what sign does it reveal to those who see it? നിങ്ങൾ സംസാരിക്കുന്നത് കാണുമ്പോൾ എന്ത് അടയാളമാണ്, എന്ത് മെസ്സേജ് ആണ് അതിൽ നിന്ന് കാണുന്നവർ മനസ്സിലാക്കുന്നത്? And when you speak in these tongues, what sign or message are you giving to those who see you? അതുകൊണ്ട് ഈ നിലയിലുള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വലിയ ഒരു സമൂഹം ആ നിലയിൽ വഞ്ചിക്കപ്പെട്ട് പിശാചിന്റെ ഈ അല്ലെങ്കിൽ ഈ തെറ്റായിരിക്കുന്ന ഉപദേശത്തിന് കീഴിലായിരിക്കുകയാണ്. And we see that such a great big community has been deceived and under the influence of Satan. ഞാൻ പറഞ്ഞത് ഈ കാര്യം ഈ നിലയിൽ പറയാനായിട്ട് കാരണമായത് വേർപാടുകാരായിട്ടുള്ള പല ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ച് വേണ്ടത്ര നിലയിലുള്ള ആ പരിജ്ഞാനം ഈ നാളുകളിൽ ഇല്ലാത്തത് കൊണ്ട് അവർ ഈ സമൂഹം വിട്ട് ഈ തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒരു മടിയും കാണിക്കുന്നില്ലെന്നുള്ള. And we see, I am saying this with great concern because there are a great number of believers in the brethren community who do not have understanding concerning this topic, leaving the brethren church and going to this. വളരെ ശക്തമായ നിലയിൽ ഈ ഉപദേശം ദൈവസഭയിൽ വേർപാട് സഭയിൽ പഠിപ്പിക്കുകയും അത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നു. And during this time it is very important that this topic is taught and understood clearly in the brethren community. അതുപോലെ തന്നെയാണ് പ്രവചനവരം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചും ഈ നിലയിൽ ഈ സമൂഹം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. And another gift that this community uses is the gift of prophecy.
നമുക്കറിയാം ഈ പ്രവചനവരം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ കാലഘട്ടങ്ങളിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. And these days this is used as a means by which it will manipulate our mind. മാനുഷികമായിരിക്കുന്ന ബലഹീനതകളെ മുതലെടുക്കുകയാണ് വാസ്തവത്തിൽ ഈ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And many times it is using it is attacking the weaknesses of the spiritual of the mind of people. നമ്മുടെ മാനുഷികമായിരിക്കുന്ന ബലഹീനതയിൽ നമുക്ക് ആഗ്രഹമുള്ളതായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. And in our human weakness we have certain things that we desire. ഒന്ന്, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. And one of that is we should not have any problems. രണ്ട്, നാളെ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് അറിയണം. And what will happen tomorrow is another thing that we are interested in. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുമ്പോട്ട് പോകണം. Today no problems should come or trouble should come and we should move forward. നാളെ എന്താണ് എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിയുകയും വേണം. And what will happen tomorrow in my life is something that I'm interested in. ഇതെല്ലാ ആളുകൾക്കും മനസ്സിനകത്തുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. മാനുഷികമായിട്ടുള്ള നിലയിലുള്ള നമ്മുടെ ബലഹീനതയാണ്. And humanly speaking, that is something that each one of us have as a desire in our heart, and it's a human weakness. ഈ ബലഹീനതയാണ് പലപ്പോഴും മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. And many times it is this weakness that the people attack on. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക, You come with us, നിങ്ങളുടെ രോഗം ഞങ്ങൾ മാറ്റിത്തരാം. we will take away your sickness. നിങ്ങൾക്ക് സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അടുക്കൽ വന്നാൽ മാറും. And if you have problems regards to wealth, that also will be removed. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശാപമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് മാറ്റിത്തരാം. And if you have any family problems or curses on your family, then if you come to us, we will remove that. അങ്ങനെ കഷ്ടങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ മാറ്റിത്തരാം എന്നുള്ള ഒരു വലിയ ഒരു നമുക്കൊക്കെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ താല്പര്യം തരുന്ന നിലയിലുള്ള ഒരു ചിന്തയാണ് മുമ്പോട്ട് വെക്കുക. And so they present a truth that gives great joy to us, that they'll take away all our troubles. മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം. And also if you come with us, then we will tell you what will happen tomorrow. എന്നോടും പലരും ഇതേപോലെ, ഞാൻ പറഞ്ഞല്ലോ എന്റെ മാതാവിന്റെ സഹോദരങ്ങളൊക്കെ ഈ നിലയിലായിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ ഇരിക്കുന്ന സദസ്സിലും വന്ന് ഇതുപോലെയുള്ള പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട്. And many times when we get together, the members of my mother's family have also mentioned in this manner. ഞാൻ പലപ്പോഴും ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയും, അവരെ നീ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയും. And many times they have said that even though you don't agree with me, you should not curse us. കുറെ വർഷങ്ങൾക്ക് മുൻപ്, അത് എന്റെ മുമ്പിൽ വെച്ച് നടത്തിയതായിരിക്കുന്ന ഒരു സംഭവമല്ല, കുറെ നാളുകൾക്ക് മുൻപ് ഒരു സോ കോൾഡ് പ്രോഫറ്റ് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരാള് എന്നെ കുറിച്ച് ഒരു പ്രവചനം പറഞ്ഞത്, ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ കയറി പോകുന്നതായിരിക്കുന്ന ഒരു കാര്യം താൻ കണ്ടുവെന്നാണ്. And one of the so-called prophets had prophesied that he had seen how I will travel to various countries outside India. അങ്ങനെ കേട്ടപ്പോൾ എന്റെ മാതാവിനോട് എന്റെ മാതാവിന്റെ സഹോദരങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രവാചകൻ ഇങ്ങനെ മോനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. And my mother's brothers came and told her that this prophet has seen this vision concerning your son. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, അങ്ങനെയൊക്കെ പോകാനായിട്ട് ഒരു അവസരം കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ, വളരെ നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. And I was very happy when I heard this, and I said that's a good thing. പക്ഷേ അടുത്ത ആഴ്ച എന്റെ മാതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ബൈക്ക് ഒന്നും എടുത്തുകൊണ്ട് പുറത്തു പോകണ്ട എന്ന് പറഞ്ഞു. And then after 1 week my mother came and told me, don't take the bike and go around. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ കാരണം എന്ന് ചോദിച്ചു. And I asked her why. അല്ല, കാരണമൊന്നും നീ അറിയണ്ട, നീ ബൈക്ക് എടുത്ത് പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞു. But she said, don't ask the reason, just don't go out with the bike. പക്ഷെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അതിന്റെ കാരണം എന്റെ മാതാവ് എന്നോട് പറഞ്ഞു. But when I insisted, my mother gave the reason behind it. പറഞ്ഞു, മറ്റൊരു പ്രവാചകൻ പ്രവചിച്ചു ഞാനൊരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു പോകുന്നതായിട്ട് താൻ ഒരു ദർശനം കണ്ടുവെന്ന്. And my mother said there's another prophet who prophesied that he saw a vision where I will die in a bike accident. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, ഇതുപോലും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലേ എന്ന് ചോദിച്ചു. And I asked my mother, can you not distinguish this truth? ഒരാഴ്ച മുമ്പ് ഒരാൾ പറഞ്ഞു, മകൻ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്ലെയിനിൽ കറങ്ങി നടക്കുന്നത് കണ്ടു. And one prophet had said 1 week back that your son will be traveling around in different foreign nations. അതിന്റെ അടുത്ത ആഴ്ച മറ്റൊരു പ്രവാചകൻ കണ്ടത് ഞാൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു പോകുന്നതാണ്. But after 1 week another prophet saw that I will die in a bike accident. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ശരിയാകുന്നത്? How can both of them go together? അപ്പോഴാ സത്യം പറഞ്ഞാൽ എന്റെ മാതാവും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. At that time my mother also started seriously thinking about it. ഇങ്ങനെയുള്ള അനേക തരത്തിലുള്ള വഞ്ചനകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. And so there are many such deceits that are brought before us. പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ് എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. And they're saying this very strongly, they're saying that it comes from the Holy Spirit.
ഈ വർഷം നിങ്ങൾക്ക് ശരിയാവില്ല, അടുത്ത വർഷം ഇതൊക്കെ ശരിയാകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. And they say the Holy Spirit said that this year will not be good for you, but next year everything will be okay. അല്ലെങ്കിൽ അടുത്ത മാസം കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Or otherwise the Holy Spirit says the next month things will be okay. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കണ്ടേ? And if the Holy Spirit says, then it should happen in that manner. ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കുന്നത് വരെ കർത്താവിന് വരാൻ പറ്റില്ല. And I said to them, if that is so, then the Lord Jesus Christ cannot come till then. കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കണം. അടുത്ത വർഷമാണെങ്കിൽ അടുത്ത വർഷം. Because if the Holy Spirit has said next year, then next year it should happen till next year. അത് പൂർണ്ണമാകുന്നത് വരെ കർത്താവിന് നോക്കിയിരിക്കണം. കാരണം കർത്താവിന്റെ ആത്മാവ് തന്നെയാണ് പറഞ്ഞത് അടുത്ത വർഷം ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. And so then the Lord Jesus Christ has to wait till that time, because the Holy Spirit himself has mentioned the time. ഇങ്ങനെയുള്ള അനേക വഞ്ചനകൾ നമുക്ക് ചുറ്റും And നടന്നുകൊണ്ടിരിക്കും. so there are many such deceits that are happening around us. കർത്താവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കെല്ലാം വലിയ സമ്പത്തുണ്ടാകും, വലിയ പ്രോസ്പെരിറ്റി ഉണ്ടാകും എന്നുള്ള നിലയിലുള്ള പ്രവചനങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങൾ നാം ഈ നാളുകളിൽ ധാരാളം കേൾക്കുന്നുണ്ട്. And these days we hear about many prophecies and doctrines saying that if you believe in the Lord Jesus Christ, you shall have prosperity. പ്രിയമുള്ളവരെ, അതും നമുക്കറിയാം അത് എത്രയോ തെറ്റായിരിക്കുന്ന ഒരു ഉപദേശമാണ്. And we understand how clearly that is a very false doctrine. അനേക ആളുകൾ ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഉപദേശത്തിൽ വീണുപോയിരിക്കുകയാണ്. And many people have fallen in such doctrines. നാം നേരത്തെ വായിച്ചതായിരിക്കുന്ന 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ദൈവവചനം നമ്മളോട് പറയുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം നമ്മെ അവിടെ, അല്ലെങ്കിൽ ആ ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. We can see something that is taught by the word of God in 2 Timothy 3 verse 14. അവിടെ നാം വായിക്കുന്നത്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക എന്നാണ്. And we read there that, but as for you, continue in what you have learned and have firmly believed, knowing from whom you learned it. സത്യോപദേശം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദുരുപദേശം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സത്യോപദേശം അറിയണം. And if we need to distinguish what is false doctrine, then we need to know what is sound doctrine. ആ സത്യോപദേശം ശരിയായിട്ടുള്ള നിലയിൽ ഗ്രഹിക്കാത്തതാണ് പിശാച് ഇന്ന് പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. And many times the reason why the devil is trying to attack us is because we do not understand sound doctrine. അത് മാത്രമല്ല, മാനുഷികമായിരിക്കുന്ന പല ബലഹീനതകളെയും അവൻ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. And many times he is taking advantage the human weaknesses that we have. ഈ തന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുമ്പോട്ട് പോകാനായിട്ട്. And we need to understand this tactic and move forward. ആ വിഷയത്തിൽ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. And I'd like to mention one more point concerning this topic. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 1 Timothy chapter 4 and verse 1 we read like this. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി പറയുന്നു. And we read there that the Spirit expressly says that in later times some will depart from the faith by devoting themselves to deceitful spirits and teaching of demons. അവിടെ അതിന്റെ അടുത്തുള്ള വാക്യത്തില് ഈ നിലയിൽ ഭൂതങ്ങളുടെ ഉപദേശം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പിശാചിന്റെ ആത്മാക്കൾ അഥവാ പിശാചിന്റെ ആത്മാവിന്റെ സഹായത്താലാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പലതും പഠിപ്പിക്കുന്നത്. And we understand that these teachings are taught with the help of Satan. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പലരും വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നത്. And that is why many people believe in such teachings. അതിന്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും എന്ന് വായിക്കുന്നുണ്ട്. And we read there whose consciences are seared, who forbid marriage. ഞാൻ ആ വിഷയം ഒത്തിരി വിശദമാക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ലെങ്കിലും ഇത്രമാത്രം ഞാൻ പറയട്ടെ. And even though I don't want to elaborate on the topic, I would like to mention like this. ഈ നാളുകളിൽ പിശാച് ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഏരിയയാണ് കുടുംബം എന്ന് പറയുന്നത്. And another important area that the devil is aiming at is marriage and her family life. വിവാഹം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. And marriage is most honorable in the presence of the Lord. അതിനെ ഏറ്റവും വികലമാക്കാനായിട്ട് ഇന്ന് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. We see that the devil is trying a lot to attack and weaken it. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് നാം അവിടെ വായിക്കുന്നു. And Hebrews chapter 13 verse 4 we read, let marriage be held in honor among all. അവിടെ മാന്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന് ഗ്രീക്കില് ടിമിയോസ് എന്ന ഒരു പദമാണ്. And the word honor in Greek is mentioned as timios. പത്രോസിന്റെ ലേഖനത്തിൽ കർത്താവിന്റെ അഥവാ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം എന്ന വാക്യത്തിൽ
വിലയേറിയത് എന്ന് ഉപയോഗിക്കാനായിട്ട് പത്രോസ് ഉപയോഗിച്ചതും ഇതേ വാക്ക് തന്നെയാണ്. And the same word is used for the precious blood that is mentioned in 1 Peter chapter 1. കർത്താവിന്റെ രക്തം പോലെ തന്നെ വിലയേറിയതാണ് ഈ വിവാഹമെന്ന് അങ്ങനെ ഒരു താരതമ്യം നടത്താനായിട്ടല്ല ഞാൻ ഈ തരത്തിൽ ആ ഒരു താരതമ്യം കൊണ്ടുവന്നത്. I did not mention this to show a comparison between the blood of Christ and marriage. പക്ഷെ കർത്താവിന്റെ വിലയേറിയ രക്തം എന്ന് പറയാനായിട്ട് ഉപയോഗിച്ച ആ വാക്കിന്റെ ആശയം, അതിന്റെ അർത്ഥം എത്രമാത്രം ഗഹനമായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. And we can understand the truth that is behind the word when it said the precious blood of the Lord Jesus Christ. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതേ വാക്ക് തന്നെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ചെറിയ വിലയൊന്നും അല്ല കർത്താവ് ഇട്ടിരിക്കുന്നത്. And when we see that same word is used concerning marriage, we can understand the great price or the great value that the Lord attaches to marriage. അത് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതാണ്. And in the presence of the Lord it is very precious. പ്രിയമുള്ളവരെ, ഇന്ന് പല സമൂഹത്തിലും എന്ന് പറഞ്ഞാൽ വേർപെട്ടത് എന്ന് അവകാശപ്പെടുന്നതായിരിക്കുന്ന സമൂഹത്തിൽ പോലും വിവാഹത്തെ വിലയേറിയതായി കാണുന്നില്ല. And we see that in many communities who call themselves as separated, they do not look at marriage as honorable. നമുക്ക് ചുറ്റും നമുക്ക് ഒരു കുഴപ്പവുമില്ല, വളരെ നല്ലതെന്ന് തോന്നുന്നതായിരിക്കുന്ന പല സമൂഹങ്ങളും ഈ നാളുകളിൽ വിവാഹമോചനം വളരെ ലാഘവത്തോടുകൂടെ കാണുകയാണ്. And we see that many communities around us who we think that are good look at divorce very lightly. അങ്ങനെയുള്ള വിവാഹമോചനം നടത്തിയിട്ടുള്ളതായിരിക്കുന്ന ധാരാളം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. And many people who have been divorced in that manner are there in those communities. അതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല എന്നാണ് അവർ And ചിന്തിക്കുന്നത്. they believe that there's nothing wrong with it. അതിന് എന്ത് കാരണവുമായിക്കോട്ടെ വിവാഹമോചനം അനുവദനീയമാണെന്നുള്ള നിലയിലാണ്. And it's they approach in such a manner that no matter what the reason is, divorce is permissible. ഒരു പടി കൂടെ കടന്ന് പുനർവിവാഹം നടത്തുന്നതിനും അവർക്ക് യാതൊരു വിധമായ മടിയുമില്ല. And one more step, they do not have any problems with remarriage. എത്ര പേര് വേണമെന്നുണ്ടെങ്കിലും വിവാഹമോചനം നടത്തി വീണ്ടും വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലാത്ത നിലയിലേക്ക് കുടുംബത്തെ അത്രമാത്രം വികലമാക്കുന്ന ഒരു നാളിലേക്ക് നാം വന്നിരിക്കുന്നു. And we have come to a point where the family life is taken very lightly, and no matter how many divorces and remarriage happens, it is okay. പ്രിയമുള്ളവരെ, ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. And this is something that we need to pay attention to. ഞാനിത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ഹൃദയത്തിൽ ദുഃഖമുള്ളത് കൊണ്ടാണ്. And why I'm mentioning this is because of the deep hurt that is in my heart. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്തവരായി കാണുന്നതായിരിക്കുന്ന ചില ആളുകൾ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി. And when some people who are very dear to me and entered into such practices, it would cause great pain in my heart. അത് ഹൃദയത്തെ തകർക്കുന്ന അനുഭവങ്ങളായിരുന്നു. And it was situations where it broke my heart. അത് തന്നെയാണ് ഇതൊക്കെയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പറയാനായിട്ട് ഇടയാകുന്നത്. And that is why I'm mentioning such things. അങ്ങനെ ആരും ഇവിടെ ചെയ്തത് കൊണ്ടല്ല പറയുന്നത്. I'm not saying this because people here have done that. ഇനി മേലാൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. And I'm mentioning so that it might not happen in the future. കാരണം ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകൾ അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. Because many people around us are beginning to accept this. അതൊരു കുഴപ്പവുമില്ലാത്ത നിലയിലേക്കാണ് പോകുന്നത്. And they're going in a very light manner. പിന്നെയും ദുഃഖകരമായിരിക്കുന്ന പല കാര്യങ്ങൾ സഭയ്ക്കകത്ത് നടക്കുന്നുണ്ട്. And so many such sad instances are happening among the church. നോക്കുക, ക്രൈസ്തവ സമൂഹം എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന സമൂഹത്തിന് ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. And the Christian communities had certain values and they were known by it. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പാപമെന്ന് പറയാനായിട്ടുള്ള ചുറ്റുമുറ്റം അവർക്ക് ഉണ്ടായിരുന്നു. And they had a great confidence to say, point out certain wrong things and say it's wrong. എന്നാൽ ഇന്ന് അങ്ങനെ പാപമെന്ന് പറയുന്നതിന് പകരം പലപ്പോഴും മറ്റു ചില വാക്കുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. But nowadays, instead of calling it as sin, they are using certain other words. നോക്കുക, ഇന്ന് ലോകത്തിലുള്ളതായിരിക്കുന്ന അനേക സ്ഥലങ്ങളിൽ സ്വവർഗഭോഗികളായിട്ടുള്ള ആളുകൾ ദൈവസഭയ്ക്കകത്ത് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകാനായിട്ടുള്ള അനുവാദമുണ്ട്. And many times same or homosexual people are allowed to attend the church. അത് സമൂഹത്തിലുള്ളതായിരിക്കുന്ന അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു, സഭയും അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. And we see that it's accepted in the society and also accepted within the church. പലപ്പോഴും സഭയുടെ നേതൃത്വം പോലും അങ്ങനെയുള്ളവരായിട്ട് തീരുന്നു. And many such people are also there in the leadership of the church. ചില നാളുകൾക്ക് മുൻപ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പോപ്പിനോട് സൗത്ത് അമേരിക്കയിലുള്ളതായിരിക്കുന്ന ചില ബിഷപ്പുമാരെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചു. And some problem concerning some of the bishops in South Africa was brought to the Pope. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച്, അതായത് നിങ്ങളുടെ സഭയിലുള്ളതായിരിക്കുന്ന ചില ബിഷപ്പുമാരൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുന്നതായിട്ട്
ഇങ്ങനെയുള്ള ഒരു പരാതി അവരെ കുറിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. And it was told to him that there's a complaint received about some of these bishops in South America. അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. And I was astounded by his answer. അദ്ദേഹം പറഞ്ഞു, അവരുടെ പള്ളിയിലുള്ളതായിരിക്കുന്ന മറ്റു ശുശ്രൂഷകളൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഞാനതൊരു ഗൗരവമായിട്ട് കാണുന്നില്ലെന്നാണ്. And he mentioned that if the ministries in the church is being done properly by them, then I do not look at this topic very seriously. ഏതാണ്ട് 100 കോടിയോളം ആളുകൾ വരുന്ന ഒരു സമൂഹത്തിന്റെ പരമാധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞ വാചകമാണ്. And these are the words of the leader of around a community of around 100 crore people. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള അച്ഛന്മാര്, മിനിസ്റ്റേഴ്സ് അവിടെ ആയിരിക്കുന്നത് കുഴപ്പമില്ലെന്ന്. And he mentioned that it's okay for priests and bishops to be homosexuals. പ്രിയമുള്ളവരെ, നാളെ നമ്മുടെ ഒക്കെ സമൂഹത്തിലും ഒരുപക്ഷെ ഇത് ഒരു ശാരീരിക വൈകല്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടേക്കാം. And many times in our community this might also be projected as a bodily weakness. കാരണം ഇതിനെ ഇന്ന് പാപമെന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ ഒരു ഫിസിയോളജിക്കൽ, ശാരീരികമായിരിക്കുന്ന പ്രശ്നമാണ് എന്ന് അവതരിപ്പിക്കാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഇടയിലും നടന്നു വരുന്നുണ്ട്. And these days, rather than calling it a sin, it has been projected as a physiological weakness. എനിക്ക് അതിന്റെ ഉദാഹരണങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല. I cannot explain this with examples. കാരണം ഇതുപോലെയുള്ള അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അത് മറ്റുള്ള പല തരത്തിലുള്ളതായിരിക്കുന്ന വൈകൃതങ്ങളെ ശാരീരികമായിരിക്കുന്ന പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ പലരും അത് പറയുന്നത് കേട്ട് ഞാൻ വാസ്തവത്തിൽ വളരെ ദുഃഖിച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. And there have been situations where I have been deeply hurt by the way in which people project this as physiological weaknesses. നാളെ ഒരുപക്ഷെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളെയും സഭയ്ക്കകത്ത് കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കണം, സഭയുടെ അംഗങ്ങളാക്കി തീർക്കണം എന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. And there may be many people who might come in our church and argue that such people might be allowed to have fellowship in the church. ഇപ്പോഴില്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ നാളെ ഉണ്ടാകാം. Today they may not be there, but tomorrow they may be present. ഏത് തരത്തിലുള്ളതായിരിക്കുന്ന പാപത്തോടും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു നിലപാട് പലപ്പോഴും ഈ നാളുകൾ കണ്ടുവരുന്നു. And these days there is a great compromise to any sort of sin. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ LGBTQ എന്ന് പറയുന്ന സമൂഹത്തെ കുറിച്ചൊക്കെ ധാരാളം ചിന്തകൾ ആളുകളുടെ മനസ്സിനകത്തുണ്ട്. And there are various thoughts concerning the LGBTQ community. എനിക്ക് അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന വ്യക്തമായ അഭിപ്രായമുണ്ട്, ഞാനത് ഇപ്പോൾ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. And I have a clear opinion concerning this community, but I do not want to mention it here. എന്നാൽ അനുകൂലമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മാത്രം പറയാം. But I just like to mention that I am not in their favor. ആ ഒരു സമൂഹത്തോടും അവരുടെ രീതികളോടും ഒക്കെ പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതായിരിക്കുന്ന ഒരു മനോഭാവം എനിക്കില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. I just like to mention that I cannot agree with that community and their practices. പലപ്പോഴും അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വൈകല്യം എന്നുള്ള നിലയിലേക്കാണ് പലപ്പോഴും വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. Many times it's interpreted as a weakness. എന്നാൽ അതിനെ ശരിയായ ദൈവവചനത്തിന്റെ കാഴ്ചപ്പാടിൽ ദർശിക്കാനായിട്ട് നമുക്ക് ഇടവരട്ടെ. But may the Lord help us to view this rightly as per the word of God. ഉപദേശത്തോട് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ അനുവദിക്കുന്നില്ല. And the word of God never allows us to compromise with regard to true doctrine. ഒരു സഹോദരൻ എന്നോട് ഏതെങ്കിലും നിലയിലുള്ളതായിരിക്കുന്ന തെറ്റ് ചെയ്താൽ അദ്ദേഹം അതിന് മാപ്പ് ചോദിച്ചില്ലെങ്കിലും ക്ഷമിച്ചില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാം. And if a brother comes to me and does something that is wrong towards me, even though he does not repent of it, I can forgive him. അദ്ദേഹം എന്നോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ പോലും സഹോദര ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. And as per the word of God, even if he does not ask forgiveness to me, I can tell him that I forgive you. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനായിട്ടുള്ള ഒരു വാക്യം പോലുമില്ല. And in the word of God there is not even one verse which says that you can forgive those who teach false doctrine. ഒരാൾ തെറ്റായ ഉപദേശം പഠിപ്പിച്ചു, പോട്ടെ കണ്ണടച്ചേക്കാം എന്ന് പറയാനായിട്ട് ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. The word of God does not allow us to close our eyes to those who teach false doctrine. പിശാച് ഈ നിലയിൽ ദൈവസഭയെ ഇന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And even these days devil is attacking us in this manner. അടിസ്ഥാനം ഇളക്കാനായിട്ടുള്ള ശ്രമമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And he's trying to shake the foundation. അതുകൊണ്ട് ഉപദേശപരമായിരിക്കുന്ന കാര്യത്തിലുള്ള കൃത്യത, ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഈ സഭയ്ക്ക് ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. And I want to say that this church should not in any manner have a compromise with regard to sound doctrine. പലപ്പോഴും ആളുകളെ കൂടുതലായിട്ട് കൂട്ടാൻ വേണ്ടി ഉപദേശ വിഷയത്തിൽ വിട്ടുവീഴ്ച കാണിക്കുന്ന നിലപാടുകൾ ഉണ്ടാകാറുണ്ട്. And there are many stands where its compromise is taken just to gather more people. കുറച്ച് ആളുകൾ മതി. Few people are enough. സത്യ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ആ ആളുകളിൽ തന്നെയാണ് ദൈവം പ്രസാദിക്കുന്നത്. But the Lord pleases in those who stand for sound doctrine. ഉപദേശത്തിൽ
വിട്ടുവീഴ്ച കാണിച്ച് അതിൽ കൂട്ടുചേർത്തിട്ട് ആളുകളെ കൂട്ടാനായിട്ട് നാം ഒരിക്കലും ശ്രമിക്കേണ്ട. And we should not add to sound doctrine or compromise so that we can add more people. സമയം തീർന്നതുകൊണ്ട് അവസാനത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. I'd just like to mention quickly the last point. വ്യാജ ശിഷ്യന്മാരിൽ കൂടെയും പിശാച് സഭയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the devil is also attacking the church through false disciples. ഞാനത് നേരത്തെ ഒരിക്കൽ പറഞ്ഞ ഒരു വിഷയമായതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. And I believe I do not have to elaborate on it. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതലുള്ളതായിരിക്കുന്ന വാക്യം ഒരു ഉപമയാണ്. And there's a parable in Matthew chapter 13 verse 24. അവിടെ നാം ഒരു കർത്താവ് പറയുന്ന സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. And he says that the kingdom of heaven may be compared to a man who sowed good seed in his field. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു എന്ന് നാം വായിക്കുന്നു. And we read that while his men were sleeping, his enemy came and sowed weeds among the wheat. വീട്ടുടയവന്റെ ദാസന്മാർ വന്ന് ചോദിച്ചു, നമ്മൾ നല്ല വിത്തല്ലോ വിതച്ചത്, പിന്നെ ഈ കള എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ വന്നത്? And the servants of the master of the house came and said to him, Master, did we not sow good seed in your field? How then does it have weeds? അപ്പോൾ യജമാനൻ പറഞ്ഞു, അത് ശത്രു ചെയ്തതാണ്. And the master said, this is what the enemy did. പ്രിയമുള്ളവർ, ഇത് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. And you can understand what is pointing out without me elaborating. ദൈവസഭയ്ക്കകത്ത് ശരിയായിട്ടുള്ള ശിഷ്യന്മാരുമുണ്ട്, കള്ള ശിഷ്യന്മാരുമുണ്ട്. And in the church of God there are true disciples and false disciples. ശരിയായ വിശ്വാസികളുണ്ട്, കള്ള വിശ്വാസികളുണ്ട്. And there are true believers and false believers. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ശരിയായി രക്ഷിക്കപ്പെട്ടവരുണ്ട്, എന്നാൽ കള്ളത്തരത്തിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്. Or in other words, we can say those who are truly saved are those who pretend to be saved. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ചില ആളുകൾ യഥാർത്ഥമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ ചിലര് രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നവരാണ്. But there are many people who have been truly saved according to the word of God, but others who are not saved but claim that they are saved. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് അവകാശപ്പെടുകയും എന്നാൽ രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പ്രാകൃതന്മാരാണ്, അഥവാ അവർ നാച്ചുറൽ ആയിട്ടുള്ള അഥവാ സാധാരണ മനുഷ്യരെ പോലെയുള്ളവരാണ്. And those who are not saved but claim to be saved are just natural men or just like any other man. അവര് യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു പരിവർത്തനവും അവരുടെ ഹൃദയത്തിൽ വന്നിട്ടുള്ളവരല്ല. And they are people who do not have any sort of transformation in their hearts. ദൈവാത്മാവിന്റെ ഉപദേശം ഗ്രഹിക്കാനായിട്ടുള്ള കഴിവ് അവർക്കില്ല. And they are not able to understand or accept the doctrine of the Spirit. അവർ രക്ഷിക്കപ്പെടാത്തവരായതുകൊണ്ട് പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവല്ല അവരെ നടത്തുന്നത്. And because they are not saved, they are not led by the Holy Spirit. അങ്ങനെയുള്ളവർ എവിടെയുണ്ട്? And where are they? സഭയ്ക്ക്, പ്രാദേശിക സഭയ്ക്കകത്തുണ്ട്. They are within the local churches. സാർവത്രിക സഭയിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളില്ല. Such people are not there in the universal church. എന്നാൽ പ്രാദേശിക സഭകളിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന പലരുണ്ട്. But such people are there, many people are there in the local church. പലപ്പോഴും പല സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്. And such people are the ones who create problems in various churches. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന ഒരാള് ഒരിക്കലും ഒരു പ്രാദേശിക സഭയ്ക്കകത്ത് ഒരു പ്രശ്നമുണ്ടാക്കാനായിട്ട് കാരണമാകില്ല. And a person who is led by the Spirit of God, I say, will never create problems within the local church. ഒന്നുകിൽ ആ വ്യക്തി പ്രാകൃതനായിരിക്കണം, ആ വ്യക്തി രക്ഷിക്കപ്പെടാത്തവനായിരിക്കണം. Either that person would be a natural man or a person who is not saved, അല്ലെങ്കിൽ അതുപോലെ ജഡീകനായിട്ടുള്ള ഒരാളായിരിക്കണം, or he might be a very carnal person. ദൈവസഭയ്ക്കകത്ത് ഒരു ഭിന്നതയോ പ്രശ്നമോ വഴക്കോ ഉണ്ടാക്കാനായിട്ട് ഈവൻ അവന്റെ ശബ്ദമുയർത്താൻ പോലും ഒരു യഥാർത്ഥ ഭക്തൻ, ഒരു ആത്മീകൻ മടിക്കും. But a godly man will think twice before he creates a problem in the church or even makes a noise. എന്നാൽ ദൈവാത്മാവിന്റെ നിയന്ത്രണമില്ലാത്തവന് അവിടെ യാതൊന്നും തടസ്സമായിട്ടിരിക്കുന്നില്ല, അവൻ എന്തും പറയും, എന്തും ചെയ്യും. And a person who is not under the control of the Holy Spirit will say and do anything that he pleases. ഇന്ന് പ്രാദേശിക സഭകൾക്ക് ഏറ്റവും ദോഷമായിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ നല്ല വിത്തിന്റെ ഇടയിൽ വിതച്ചതായിരിക്കുന്ന ഇങ്ങനെയുള്ള കളകളാണ്. And we know that such weeds are people who create problems in the local churches these days. ആ യജമാനൻ അവിടെ പറയുന്നുണ്ട്, ദാസന്മാർ നമുക്ക് പറിച്ചു കളയാമെന്ന് പറഞ്ഞപ്പോൾ യജമാനൻ പറയുന്നുണ്ട്, വേണ്ട, ഇപ്പോൾ അത് പറിച്ചു കളഞ്ഞാൽ നല്ലതിനും കൂടെ ദോഷം വരും, അതുകൊണ്ട് കൊയ്ത്ത് വരെ അവിടെ നിൽക്കട്ടെ എന്നാ. And the master says, do not pluck them out at the moment, but wait till the harvest. അവരോട് ദൈവം ചില കാര്യങ്ങളിൽ ഇടപെടാത്തതിന്റെ കാരണം അതങ്ങനെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അത് മറ്റുള്ള നിലയിൽ ദോഷകരമാകുമെന്നുള്ളത് കൊണ്ടാണ്. And many times the Lord does not deal with such false disciples because if he deals with them, other problems might arise. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഇടവരട്ടെ. And may the Lord help us to examine ourselves. പിശാച് സഭയെ ഈ നിലയിൽ ആക്രമിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്കിടയാകട്ടെ. As the devil attacks the church in this manner, let us understand these truths and move forward in that manner. നമ്മുടെ സഭയെ
വ്യാജ ഉപദേഷ്ടാക്കന്മാർ സ്വാധീനിക്കാനായിട്ട് ഇടവരാതിരിക്കട്ടെ. And let the church not be influenced by such false teachers. നമ്മുടെ സഭകളെ വ്യാജ ഉപദേശങ്ങളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കട്ടെ. And let our churches not be influenced by such false doctrines. വ്യാജമായിരിക്കുന്ന ശിഷ്യന്മാർ നമ്മുടെ സഭയ്ക്കകത്ത് വിവിധമായിരിക്കുന്ന നിലയിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് പരമാവധി ആ വിഷയത്തിൽ നമുക്ക് കഴിയാവുന്നത് ചെയ്യാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. And let the Lord help us that we might do all that we can so such false disciples may not come in our church and create problems. പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ അവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. And may this word help us to understand the tactics of the devil and oppose him. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. And the name of the Lord be glorified.